അർജുൻ ആയങ്കിക്കെതിരെ തോക്കെടുത്താൽ എനക്കെന്താണ്? മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് പൊട്ടിച്ചിരിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ വാക്കുകൾ CPMന്റെ ഗുണ്ടകൾ കേൾക്കണം, ചെവി തുറന്ന് തന്നെ കേൾക്കണം. പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും ചാവേറാകാനും നടന്നവന്മാരെ ഒക്കെ നേതാക്കന്മാർ തേച്ചങ്ങൊട്ടിച്ചു. നിന്റെയൊക്കെ കാര്യം ഞങ്ങൾ എന്തിനു നോക്കണമെന്ന് കൈമലർത്തുകയാണ് നേതാക്കന്മാർ. തല്ലാനും കൊല്ലാനും പോയത് പാർട്ടിക്ക് വേണ്ടിയല്ലല്ലോ, നേതാക്കന്മാർക്ക് വേണ്ടിയായിരുന്നല്ലോ. നേതാക്കന്മാർക്ക് കേസും കൂട്ടവുമില്ല. കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചവരും ഗുണ്ടാപ്പണിക്കിറങ്ങിയവരും ഒക്കെ ഇപ്പോൾ പാതാളക്കുഴിയിലാണ്. അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരി തുടങ്ങിയ ഒരു കൂട്ടത്തെ വളർത്തിയത് ഇതേ CPM നേതാക്കളാണ്. ആകാശ് തില്ലങ്കേരി കൊലക്കേസ് പ്രതിയാണ്. പാർട്ടി കൊലപാതകം, ഷുഹൈബ് വധക്കേസിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന്, നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെന്ന് മുൻപ് പറയാതെ പറഞ്ഞിരുന്നു ആകാശ് തില്ലങ്കേരി. പറഞ്ഞു വരുന്നത്, ഇതുപോലെ പണിക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഉപയോഗിച്ച പാർട്ടി അവന്മാർ ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അർജുൻ ആയങ്കിയുടെ കാര്യം പറഞ്ഞിട്ട് ഇരുന്ന് ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിക്കെതിരെ കടുത്ത നടപടി എടുത്തോട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും പക്ഷം. ആയങ്കിയെ ന്യായീകരിക്കേണ്ട യാതൊരു ചുമതലയും തനിക്കില്ലെന്നും പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ എന്നും കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പിണറായി പറഞ്ഞത്. തോക്ക് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയണോ? അർജുൻ ആയങ്കിയെ ന്യായീകരിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. അയാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല, പിണറായി ആവർത്തിച്ചു പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ CPMന്റെ സജീവ പ്രചാരകനായിരുന്ന അർജുൻ ആയങ്കിയെക്കുറിച്ച് മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യത്തോടാണ് പ്രതിപക്ഷ നേതാവ് ഈ പ്രതികരിച്ചത്. കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ സ്വദേശിയായ അർജുൻ ആയങ്കി നിരവധി ക്രിമിനൽ കേസുകളിൽ കേരള പോലീസിന്റെയും കസ്റ്റംസിന്റെയും നിരീക്ഷണത്തിലായിരുന്നു. മുൻപ് DYFIയുടെ സജീവ പ്രവർത്തകനും പ്രാദേശിക ഭാരവാഹിയുമായിരുന്നു അർജുൻ. പാർട്ടിയുടെ സൈബർ പോരാളിയായിട്ടാണ് ഇയാളെ അറിയപ്പെടുന്നത്. ഇയാൾ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായതോടെ CPMും DYFIയും അർജുൻ ആയങ്കിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഔദ്യോഗികമായിട്ടൊക്കെ വ്യക്തമാക്കിയിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും കൊട്ടേഷൻ സംഘങ്ങളെയും പാർട്ടി വെച്ചുപൊറുപ്പിക്കില്ല എന്നൊക്കെയായിരുന്നു നേതൃത്വം അങ്ങ് വാദിച്ചത്. ഇപ്പോഴും ഈ പാർട്ടിയിൽ ഒരു കൂട്ടം ക്രിമിനലുകൾ ഉണ്ട്, അത് മറ്റൊരു വസ്തുത. എന്തായാലും ഇപ്പോൾ ആയങ്കി വിഷയത്തിൽ അവനെ തോക്കെടുത്തങ്ങ് വെടിവെച്ചോളൂ എന്ന് വരെ പറയുന്ന നിലയിലേക്ക് പിണറായി എത്തിയിട്ടുണ്ട്. ആയങ്കി വിഷയത്തിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, വെടിവെക്കുവോ തൂക്കി അകത്തിടുകയോ എന്തും ചെയ്തോളാൻ പിണറായി തന്നെ അങ്ങ് പറഞ്ഞതോടെ വെടി തീർന്നിരിക്കുകയാണ് കണ്ണൂരിലെ CPMന്. കാരണം അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരി കൂട്ടരെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേർ പാർട്ടിയിലുണ്ട്. ആയങ്കിക്ക് വേണ്ടി പോലീസ് വല വിരിച്ചപ്പോൾ മുതൽ ഈ കൂട്ടം സൈബർ ഇടത്തിലിരുന്ന് മുറവിളിയായിരുന്നു. ആയങ്കിയെ വേട്ടയാടുന്നു, കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നു, ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് വാദിച്ചവർ, പോസ്റ്റ് ഇട്ടവർ ഇനി എന്ത് ചെയ്യും? പോസ്റ്റ് മുക്കി ഓടുമോ അതോ പിണറായിയെ എതിർക്കുമോ? ആയങ്കിയെ പിന്തുണച്ച് ആകാശ് തില്ലങ്കേരി രംഗത്ത് വന്നിരുന്നു. വെടിവെക്കാനാണെങ്കിൽ തോക്കുകളൊന്നും മതിയാകാതെ വരും എന്നാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആകാശ് തില്ലങ്കേരി പ്രതികരിച്ചത്. തില്ലങ്കേരിയിലെ CPM സൈബർ ഗുണ്ടകളെല്ലാം പിണറായിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ പൊതുമധ്യത്തിലൊന്നും പറയാനും കഴിയില്ലല്ലോ. എന്നാൽ പാർട്ടിയിലുള്ള ഒരുത്തനും അർജുന് വേണ്ടി പോസ്റ്റ് ഇടുകയോ വാദിക്കാനോ പോയേക്കരുതെന്നാണ് പാർട്ടി ഉത്തരവിട്ടിരിക്കുന്നത്. ആയങ്കിക്കെതിരെ തോക്കെടുത്താൽ എനക്കെന്താണ് എന്ന് ചോദിക്കുന്ന പിണറായി ഉൾപ്പെടെ CPMന്റെ പല നേതാക്കളും ഈ ക്രിമിനൽ കൂട്ടത്തെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ശത്രുക്കളെ വിരട്ടാനും തല്ലാനും കൊല്ലാനും പാർട്ടി കൊലപാതകങ്ങൾക്കും തുടങ്ങി പലതിനും ഈ ക്രിമിനൽ കൂട്ടം കഴിഞ്ഞ പിണറായി കാലത്ത് മതിച്ചു പുളച്ചവരുമാണ്. നാടിന് വിപത്തായി ഈ കൂട്ടർ മാറുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പോലും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പിണറായി സംഘം തയ്യാറായിട്ടില്ല. അപ്പോഴൊക്കെ അവരെ താങ്ങിയാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നത്. കൊടി പിടിക്കാനും തല്ലാനും കൊല്ലാനും ഇറങ്ങുന്ന കൂട്ടം എന്തായാലും ഇപ്പോൾ കിട്ടിയ തിരിച്ചടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. നേതാക്കന്മാർ കൈമലർത്തും. ആയ കാലത്ത് നിനക്കൊന്നും പിന്നെ പുറത്തേക്കിറങ്ങാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് EDയെ ആക്രമിക്കാൻ പോയി അകത്ത് കിടക്കുന്ന അന്തം കമ്മികളുടെ ഗതി. പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാൻ വന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് മാസ് കാണിച്ചതാണ്. പക്ഷേ ജയിലിൽ കിടന്ന് ഇപ്പോൾ നരകിക്കുന്നു. നേതാക്കന്മാർ തിരിഞ്ഞു നോക്കുന്നതേയില്ല. പാർട്ടിക്ക് വേണ്ടി ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുന്നവന്മാരെ ഒക്കെ കാത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇതുപോലെ ഒരു കൂട്ടം ക്രിമിനലുകളെ വളർത്തിയെടുക്കാറുണ്ട്. എന്തായാലും അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ ഒടുക്കം തലയ്ക്ക് മുകളിൽ വളരുന്നു എന്ന് വന്ന ഘട്ടത്തിലാണ് അവരെ വെട്ടിമാറ്റാൻ നേതാക്കന്മാർ തയ്യാറായത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി.
പക്ഷേ ഈ കൂട്ടത്തിനെതിരെ ഒന്നും ഇപ്പോഴും ചെറുവിരൽ അനക്കാൻ ഈ നേതാക്കന്മാർക്ക് കഴിയില്ല. അതിന്റെ കാരണം ആകാശിന്റെയും ആയങ്കിയുടെയും ഒക്കെ വായിൽ നിന്ന് വല്ലതുമൊക്കെ വന്നാൽ, അവർ എന്തെങ്കിലും വിളിച്ചു കൂവിയാൽ പാർട്ടി നാറി നാണം കെടും. നേതാക്കന്മാർക്ക് അഴിക്കുള്ളിലേക്കുള്ള വഴി ഒരുങ്ങും. അതുകൊണ്ടാണ് നേതാക്കന്മാർ പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുന്നത്. മുൻപ് ആകാശ് തില്ലങ്കേരി ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ നേതാക്കന്മാർ വിറച്ചതാണ്. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ ആകാശിനെ തൂക്കി അകത്തിടാൻ ഒരു നീക്കം നടന്നല്ലോ. എന്നാൽ ചെയ്യിച്ചവർ നിങ്ങളാണെന്ന് ആകാശ് തില്ലങ്കേരി വിരൽ ചൂണ്ടിയപ്പോൾ അവനെ തൊടല്ലേ എന്ന് ഉത്തരവിട്ട ആഭ്യന്തരമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. CPM-നെ വിറപ്പിച്ച് ആകാശ് തില്ലങ്കേരി അന്ന് പ്രതികരിച്ച ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കമന്റിലൂടെയാണ് ആകാശ് തില്ലങ്കേരി പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗത്തിനെതിരെയായ വെളിപ്പെടുത്തൽ നടത്തിയത്. കൊലപാതകത്തിന് ആഹ്വാനം ചെയ്തവർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിയെന്നും നടപ്പാക്കിയവർക്ക് പട്ടിണിയും പടിയടച്ച് പിണ്ണം വെക്കലുമാണ് പ്രതിഫലമെന്നും ആകാശ് കമന്റിട്ടത്. പല ആഹ്വാനങ്ങളും തരുമെന്നും കേസ് വന്നാൽ തിരിഞ്ഞു നോക്കില്ലെന്നും ഫേസ്ബുക്കിൽ മറ്റൊരു പോസ്റ്റിനിട്ട കമന്റിലും ആകാശ് കുറിച്ചു. പട്ടിണിയിൽ കഴിയുമ്പോഴും വഴി തെറ്റാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. ആത്മഹത്യ മാത്രം മുന്നിലെന്ന് തിരിഞ്ഞപ്പോഴാണ് പല വഴിക്ക് സഞ്ചരിച്ചത്. നിഷേധിച്ചിട്ടില്ല, നിരാകരിക്കുകയുമില്ല. പക്ഷെ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളോ പദവിയോ ഇല്ലാത്ത ഒരാളായാണ് ഞങ്ങൾ ആ വഴിയിൽ നടന്നത്. സംരക്ഷിക്കാതിരിക്കുമ്പോൾ പല വഴിക്ക് സഞ്ചരിക്കേണ്ടി വരും എന്നാണ് ആകാശ് തില്ലങ്കേരി കമന്റ് ഇട്ടത്. അതായത് ഷുഹൈബ് വധക്കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും പ്രതിയായ ആകാശ് തില്ലങ്കേരിക്ക് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജർ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ട്രോഫി സമ്മാനിച്ചത് വലിയ വിവാദമായിരുന്നു. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെപ്പോഴോ. ഷാജിറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇത്തരമൊരു സാഹചര്യം ആകാശ് തില്ലങ്കേരി തന്നെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്ന ചില വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് DYFI ബ്ലോക്ക് സെക്രട്ടറി സരീഷ് പൂമരം ആകാശ് തില്ലങ്കേരിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റിന് മറുപടിയായിട്ടാണ് ആകാശ് തില്ലങ്കേരി പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കമന്റുമായി രംഗത്തെത്തിയത്. ഇതിലാണ് താൻ ഉൾപ്പെടെയുള്ളവർ ചെയ്ത കാര്യങ്ങൾ പാർട്ടിയുടെ അറിവോടെ തന്നെയായിരുന്നു എന്നും എന്നാൽ പിന്നീട് പാർട്ടി തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നും ആകാശ് ആരോപിച്ചത്. ഇതോടെ പണി പാളിയതോടെ സരീഷ് പൂമരം ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഓടുകയായിരുന്നു. അതായത് കണ്ണൂരിലെ നേതാക്കന്മാർ സരീഷ് പൂമരത്തോട് പറഞ്ഞു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അത് വല്ലാത്ത വയ്യാവേലിയാകും എന്നറിയാവുന്ന ഘട്ടത്തിലായിരുന്നു നേതാക്കന്മാർ ഇടപെട്ടത്.